സിയിലെ ആസൂത്രണ ബോർഡിലെ അടക്കം ക്രമക്കേടുകൾ സംബന്ധിച്ച വാർത്ത ആദ്യം പുറത്തുവിട്ടത് ന്യൂസ് മലയാളമാണ്. ന്യൂസ് മലയാളത്തിന്റെ വാർത്തകൾക്ക് ശേഷമാണ് മറ്റു മാധ്യമങ്ങളടക്കം ഇത് ഏറ്റെടുക്കുകയും വലിയ വാർത്തയാവുകയും ചെയ്യുന്നത്. അത് ആ PSC ക്രമക്കേടിൽ നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം വരികയാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി തന്നെ അത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അനിരുവാണ് തിരുവനന്തപുരത്ത് നിന്നും ഈ വാർത്ത ആദ്യം ജനങ്ങളിലേക്ക് എത്തിച്ചത്. PSCയിൽ കഴിഞ്ഞ 10 വർഷമായി അതിനുള്ളിൽ തന്നെ പലതരം ക്രമക്കേടുകൾ നടന്നതിൻ്റെ വാർത്തകളും അതിൻ്റെ രേഖകളുമടക്കം തെളിവുകളടക്കം പ്രേക്ഷകരിലേക്ക് ആദ്യം എത്തിച്ചത് തിരുവനന്തപുരത്ത് നിന്നുള്ള നമ്മുടെ ന്യൂസ് മലയാളം റിപ്പോർട്ടർ അനിരു അശോകനാണ്. അതിലാണ് നിലവിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുവാൻ തീരുമാനമായിരിക്കുന്നത്. അനിരു തന്നെ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. അനിരു, ന്യൂസ് മലയാളത്തിൻ്റെ ഇമ്പാക്റ്റാണിത്. നമ്മുടെ വാർത്തയിലാണ് നിലവിൽ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഒടുവിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിൽ ആസൂത്രണ ബോർഡിലേക്കുള്ളത് മാത്രമല്ല KS പരീക്ഷയ്ക്ക് എതിരെയും ഒക്കെ ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ഈ പറയുന്നത് പോലെ എഴുത്തു പരീക്ഷയുടെ മാർക്ക് അറിഞ്ഞതിന് ശേഷം അഭിമുഖം നടത്തുന്ന നില, അതിനോടുകൂടി അതിലടക്കം ക്രമക്കേട് നടക്കുന്നു എന്നുള്ള ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്. ഇത് മുഴുവൻ അന്വേഷണ പരിധിയിൽ വരും എന്നുള്ളതാണ് നിലവിൽ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ശ്യാമിലി, ജൂൺ 27-നാണ് സംസ്ഥാനത്ത് PSC നടത്തുന്ന ഏറ്റവും വലിയ പരീക്ഷയായ ആസൂത്രണ ബോർഡിലെ ചീഫ് തസ്തികയിൽ ക്രമക്കേടുണ്ട് എന്നുള്ള വാർത്ത ന്യൂസ് മലയാളം പുറത്തുവിടുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സർക്കാർ തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അന്വേഷണം എങ്ങനെ, ഏത് രീതിയിൽ, ആരന്വേഷിക്കുമെന്നുള്ളത് ആഭ്യന്തര വകുപ്പ് തീരുമാനിക്കുമെന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ക്രമക്കേടിൽ കൂടുതൽ തെളിവുകളും അല്ലെങ്കിൽ കൂടുതൽ ഈ പറയുന്ന കുറ്റക്കാരടക്കം പുറത്തു വരും എന്നുള്ളതാണ് ഇനിയുള്ള അന്വേഷണം. കാരണം ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഇതിൽ ഈ പറയുന്ന ന്യൂസ് മലയാളം പുറത്തുവിട്ട വാർത്തകളിലും രേഖകളിലും അടക്കം കൃത്യമായിട്ടുള്ള വിവരങ്ങളുണ്ടെന്നും ഒരു ഗൂഢാലോചന ഇതിന് പിന്നിൽ ഉണ്ടെന്നും സംശയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് 3 ആഴ്ചയ്ക്കുള്ളിൽ PSCയോടും സംസ്ഥാന സർക്കാരിനോടും ഇക്കാര്യത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ടത്. തുടർന്ന് കഴിഞ്ഞ തിങ്കളാഴ്ച, അതായത് 2 ആഴ്ച മുമ്പ് PSC ഇക്കാര്യത്തിൽ ഒരു അടിയന്തര യോഗം ചേരുകയും തുടർന്ന് 3 ചീഫ് തസ്തികയിലേക്ക്, അതായത് ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, ചീഫ് പ്ലാനിംഗ് കോർഡിനേഷൻ, അതുപോലെ തന്നെ പേഴ്സ്പെക്റ്റീവ് പ്ലാനിംഗ് എന്നീ 3 തസ്തികകളിലേക്ക് നടത്തിയ പൊതുപരീക്ഷയിൽ 100 മാർക്കിൽ 58 മാർക്കിന് മൂല്യനിർണ്ണയം നടത്താതെയാണ് ഇടത് സംഘടനാ നേതാവിന് 1ാം റാങ്ക് നൽകിക്കൊണ്ട് PSC നിയമന ശുപാർശ നൽകുകയും ഇടത് സർക്കാർ അടിയന്തരമായി അദ്ദേഹത്തെ അവിടെ നിയമിക്കുകയും ചെയ്തത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അടിസ്ഥാന ശമ്പളം ഏകദേശം 1,25,000 മുതൽ 1,60,000 രൂപ ശമ്പള സ്കെയിലാണ് ഈ ഒരു നിയമനം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഈ നേരത്തെ 2019-ലടക്കം മാർക്ക് ലിസ്റ്റുകളും ഇൻ്റർവ്യൂവിന് ലഭിച്ച മാർക്കുകളും ഒക്കെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ടായിരുന്നു, വെറും ഉദ്യോഗാർത്ഥിയുടെ പേര് മാത്രം നൽകിക്കൊണ്ടായിരുന്നു ഈ ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. അതുതന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞതും. അതായത് ഇൻ്റർവ്യൂവിലടക്കം മാർക്ക് വാരിക്കോരി നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മൾ നേരത്തെയും പറഞ്ഞതാണ്, 2019-ൽ എഴുത്തു പരീക്ഷയ്ക്ക് 1ാം റാങ്ക് അല്ലെങ്കിൽ 1ാമതെത്തിയ ദളിത് യുവതിക്ക് 91.75 മാർക്കാണ് സൗമ്യ നേടിയത്. ആ സൗമ്യയ്ക്ക് അഭിമുഖത്തിനെത്തുമ്പോൾ 11 മാർക്ക് നൽകിയ ശേഷം ഇടത് സംഘടനാ നേതാവിന് 40-ൽ 38 മാർക്ക് നൽകി 1ാം റാങ്ക് നൽകി നിയമിച്ച ഒരു സ്ഥിതിയുണ്ട്. അന്ന് സുപ്രീം കോടതിയിൽ PSC പറഞ്ഞത്, ഇനി ഞങ്ങൾ ഇത്തരത്തിൽ മാർക്ക് വാരിക്കോരി നൽകില്ല എന്നുള്ളതാണ്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ പുറത്തു വന്ന ചീഫ് തസ്തികയിൽ ആ ഇൻ്റർവ്യൂവിൻ്റെ മാർക്കും എഴുത്തു പരീക്ഷയുടെ മാർക്കും ഒഴിവാക്കിക്കൊണ്ടുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ഇതിൽ ഏറ്റവും വലിയ ക്രമക്കേടെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രമക്കേട് സംശയിക്കുന്നത്, ഈ പറയുന്ന ഉത്തരക്കടലാസ് ലഭിക്കുന്നതിന് വേണ്ടി ഉദ്യോഗാർത്ഥികൾ പണമടച്ചിട്ടും 1.5 വർഷത്തോളമായിട്ട് ഈ ഉത്തരക്കടലാസുകൾ നൽകിയിട്ടില്ല. 2019-ൽ ഉത്തരക്കടലാസിന് അപേക്ഷിച്ചിട്ട് പോലും ഈ പറയുന്ന സൗമ്യയ്ക്ക് പോലും 7 വർഷമായിട്ട് PSC ഉത്തരക്കടലാസ് നൽകിയിട്ടില്ല. അപ്പോൾ ഇതിലെല്ലാം വലിയ ഗുരുതരമായ ഒരു അട്ടിമറി നടന്നതായിട്ടാണ് സർക്കാർ കരുതുന്നത്. അതായത് ഒരു ക്രിമിനൽ കേസ് നടന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടാതെ KS, ഈ പറയുന്ന ആസൂത്രണ ബോർഡിലെ പരീക്ഷയ്ക്കൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടതാണ് KSൻ്റെതും സമാന ആരോപണമാണ്. പക്ഷേ ഇത് സംബന്ധിച്ച രേഖകൾ നമുക്ക് ലഭ്യമല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇത് സംബന്ധിച്ച വാർത്തകൾ നമ്മൾ നൽകാതിരുന്നത്. പക്ഷേ നമ്മൾ അത് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. KSൽ സംഭവിച്ച കാര്യം, KSലും ഇത്തരത്തിൽ